ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹെർത്ത് ആൻഡ് ഹോം എന്ന് പറയുന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ്. ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനെയാണ് നമ്മൾ ഹോം എന്ന് പറയാം. മറ്റുള്ളവരുടെ വീടിനെ നമ്മൾ ഒരിക്കലും ഹോം എന്ന് പറയാറില്ല. അത് ഹൗസാണ്. കാരണം ഹോം എന്ന് പറയുന്നത് ഒരു ഫീലിങ്സും ഇമോഷൻസും ആ ഒരു എല്ലാമുള്ള ഒരു ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഹോം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്ലേസ് അല്ല. അതെന്താണ്? ഒരു ഫീലിംഗ് ആണല്ലേ. നമുക്ക് വീട് എന്ന് പറയുന്നത് നമുക്ക് എന്തല്ല, ഒരു പ്ലേസ്, ഒരു സ്ഥലം മാത്രമല്ല, അത് നമ്മളാക്കിയ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സംഭവം, ഒരു ബിൽഡിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു ഫീലിംഗ് തന്നെയാണ്. അതാണ് ഇവിടെ കെഷേലിയ എഹേൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി പറഞ്ഞിട്ടുള്ളത്. ദ ഡോർവേ എന്ന് പറയുന്ന ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെന്താണ്? മഴക്കാലത്തിൻ്റെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് സീസൺ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ കാണുന്ന സീസൺ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് റെയിനി സീസൺ. ഇത് റെയിനി സീസൺ ആണ്, അല്ലെങ്കിൽ മൺസൂൺ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ് സീസൺ? ഈ സീസണിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുള്ളത്? ഐ ഫീൽ ഹാപ്പി ആൻഡ് റിഫ്രഷ്ഡ് ഇൻ ദ സീസൺ ബിക്കോസ് ദ റെയിൻ മേക്സ് ദ ലാൻഡ് ഗ്രീൻ ആൻഡ് ദ വെതർ കൂൾ. അപ്പോൾ ശരിക്കും ഒരു ഹാപ്പി, ഒരു സന്തോഷവും ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെയാണ് നമുക്ക് ഈ സീസണിൽ കിട്ടാറുള്ളത്. കാരണം മഴ എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു ലാൻഡിനെ ഗ്രീൻ ആക്കുകയും ഈ ഒരു വെതറിനെ, കാലാവസ്ഥയെ കൂളാക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ആ ഒരു കൂൾനെസ്സും നമുക്ക് ആ ഒരു റിഫ്രഷ്മെൻറ്റും ഒക്കെ തോന്നാറുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലൈമറ്റ് ഇൻ കേരള ഡു യു ഫൈൻഡ് ദ മോസ്റ്റ് അപ്പീലിംഗ്? ഏറ്റവും കൂടുതൽ അപ്പീലിംഗ് ഉള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഏതാണ്? ദ മൺസൂൺ ക്ലൈമറ്റ് ഓഫ് കേരള ഈസ് ദ മോസ്റ്റ് അപ്പീലിംഗ് ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് കൂൾ ബ്രീസ്, ഫ്രഷ് എയർ ആൻഡ് ബ്യൂട്ടിഫുൾ ഗ്രീനറി ഓൾ അറൗണ്ട്. അപ്പോൾ മൺസൂൺ ക്ലൈമറ്റ് തന്നെയാണ് കേരളത്തിലും ഏറ്റവും കൂടുതൽ ആ ഒരു മനോഹാരിതയും പ്രകൃതി ഭംഗിയും ഒക്കെ നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണ്? അത് നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ ഫ്രഷ് എയറും ബ്യൂട്ടിഫുൾ ഗ്രീനറിയും ഒക്കെ നമുക്ക് ചുറ്റും തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് മൺസൂൺ ക്ലൈമറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ. ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് പോവുകയാണ്. നന്ദനാറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഓൺ ഹിസ് ഫസ്റ്റ് ഡേ ടു സ്കൂൾ. ഇവിടെ ഒരു യങ് ബോയിയുടെ സ്റ്റോറിയാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നത്. കുട്ടിയുടെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇറ്റ് വാസ് എ ഡേ മെയ്ഡ് ഈവൻ മോർ മെമ്മറബിൾ ബൈ ദ റെയിൻ. അപ്പോൾ മഴയെ കൊണ്ട് തന്നെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് മാറുകയാണ്. ലെറ്റ് us see what exciting experiences await him. അപ്പോൾ എന്ത് എക്സ്പീരിയൻസ് ആണ് അവനെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ നോക്കാം. ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ. When Unnikutten came trotting to the veranda, looking smart in his uniform, Amma was chasing him with a half-finished plate of ഉപ്പുമാവ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വരാന്തയിലൂടെ ട്രോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അവനെ ആ യൂണിഫോമിൽ കാണാൻ വളരെ സ്മാർട്ടായിട്ടുണ്ട്. അമ്മ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ, ഒരു ഹാഫ് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിൽ ഉപ്പുമാവും കൊണ്ട് നടക്കുകയാണ്. ഉണ്ണി, കമോൺ ഫിനിഷ് ദീസ്. ഉണ്ണി വായോ, ഇത് ഫിനിഷ് ചെയ്യുമെന്ന് പറയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലേ. അമ്മ ഫുഡും കൊണ്ട് വരും, അല്ലെങ്കിൽ ടേബിളിൽ വെച്ചിട്ട് കഴിക്കുക, അത് ഫിനിഷ് ചെയ്യുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് ഉണ്ണിക്കുട്ടൻ്റെ അടുത്തും പറയുന്നത്. ബട്ട് ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ ഉണ്ണിക്കുട്ടൻ എന്താ, അതിനൊന്നും വലിയ താല്പര്യമില്ല. എന്താണ്? ഉപ്പുമാവ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഉപ്പുമാവ് ഇഷ്ടമാണോ? അധികം പേർക്കും ഉപ്പുമാവ് ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ണിക്കുട്ടൻ അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സോ അമ്മ ഗേവ് ഹിം എ സ്മോൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. അപ്പം അമ്മ എന്ത് ചെയ്തു? അവന് വായിൽ ഇങ്ങനെ വെച്ചിരിക്കാവും. അപ്പോൾ കുറച്ച് വെള്ളം അവന് കുടിക്കാൻ വേണ്ടി കൊടുത്തു. ദാറ്റ് വുഡ് വാഷ് ഡൗൺ ദ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഉപ്പുമാവ് ഹി ഹാഡ് കൈൻഡ്ലി കൺസെൻറ്റ് ടു ഈറ്റ്. അപ്പോൾ അവന് കുറച്ചെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ആ ഒരു വെള്ളം കൊടുത്തത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ അവൻ്റെ വായിലുണ്ടായിരുന്ന ഉപ്പുമാവ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡിഡ് അമ്മ ഡു വെൻ ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഈറ്റ് മോർ ഉപ്മാവ്? ഉണ്ണിക്കുട്ടന് കൂടുതൽ ഉപ്മാവ് കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ചെയ്തത്? അമ്മ ഗേവ് ഹിം എ സ്മോൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. കുടിക്കാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം കൊടുത്തു. ദാറ്റ് വുഡ് വാഷ് ഡൗൺ ദ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഉപ്മാവ്. കാരണം അതിലൂടെ ആ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഉപ്മാവ് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്, ആ ഒരു വെള്ളത്തിലൂടെ.
കുട്ടേട്ടൻ വാസ് വെയിറ്റിംഗ് ഇംപേഷ്യൻലി ഫോർ ഹിം. അപ്പോൾ കുട്ടേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ മൂത്ത ചേട്ടനാണ്. അപ്പോൾ കുട്ടിയേട്ടൻ ഇംപേഷ്യൻലി ക്ഷമയൊന്നുമില്ലാതെ അവനെ കാത്തിരിക്കാൻ ഇരിക്കുകയാണ്. ഈ ഹാഡ് ഓൾറെഡി ലിഫ്റ്റഡ് ഹിസ് സ്കൂൾ ബാഗ് ഓഫ് ദ നെയിൽ ഓൺ ദ വാൾ ആൻഡ് ഹാങ് ഇറ്റ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അപ്പോൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടേട്ടൻ ഓൾറെഡി സ്കൂൾ ബാഗൊക്കെ ആ ഒരു വോളിൽ നിന്നൊക്കെ എടുത്ത് ഷോൾഡറിലൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ടോൾ ഇനഫ് ടു ഡു ഇറ്റ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും നീളമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വാളിൽ നിന്നും അതെടുക്കാൻ. സോ മുത്തശ്ശി ടുക്ക് ഹിസ് സ്കൂൾ ബാഗ് ഓഫ് ദ നെയിൽ ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹിം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ മുത്തശ്ശി എന്ത് ചെയ്തു, അത് കൈകൊണ്ട് എടുത്തിട്ട് ഉണ്ണിക്കുട്ടന് കൊടുക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ പ്ലേസ്ഡ് ദ ബാഗ് ഓൺ എ ബെഞ്ച്, ഓപ്പൺ ഇറ്റ് ആൻഡ് ഇൻസ്പെക്റ്റഡ് ദ കണ്ടൻസ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഉണ്ണിക്കുട്ടൻ ആ ഒരു ബാഗ് ആ ഒരു ബെഞ്ചിൽ വെച്ചിട്ട് അതൊക്കെ തുറന്ന് നോക്കുകയാണ്, അത് ഇൻസ്പെക്ട് ചെയ്യുകയാണ്, അതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. യെസ്, സ്കൂൾ കിറ്റ് വാസ് കംപ്ലീറ്റ് വിത്ത് ദ മലയാളം റീഡർ ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ദ സ്ലേറ്റ്. അപ്പോൾ പറയാണ് സ്കൂൾ കിറ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ്, 1ാം ക്ലാസ്സിലേക്ക് വേണ്ട മലയാളം റീഡറും അതുപോലെ തന്നെ സ്ലേറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട്. ദിസ് വാസ് ആക്ച്വലി ഉണ്ണിക്കുട്ടൻസ് സെക്കൻഡ് സ്ലേറ്റ് ഇൻ ലെസ് ദാൻ 2 weeks. അപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഇത് ഉണ്ണിക്കുട്ടൻ്റെ 2ാമത്തെ സ്ലേറ്റ് ആണ് ഈ ഇപ്പോൾ കയ്യിൽ ഉള്ളത്. ദ ഫസ്റ്റ് ഹാഡ് സ്ലിപ്ഡ് ഫ്രം ഹിസ് ഹാൻഡ് ആൻഡ് ബ്രോക്കൺ ടു പീസസ്. ഫസ്റ്റ് എന്തുണ്ടായി, അവൻ്റെ കയ്യിൽ നിന്നും സ്ലിപ്പായിട്ട് അത് പൊട്ടിപ്പോയി. ഉണ്ണിക്കുട്ടൻ ഹാഡ് ക്രൈഡ് ഹിസ് ഹേർഡ് ഔട്ട് ഫോർ എ ന്യൂ വൺ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വളരെ ഹൃദയഭേദകമായിട്ട് കരഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി പുതിയൊരു സ്ലേറ്റിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ ഹി ഗോട്ട് ഇറ്റ്, അവനക്കത് കിട്ടിയപ്പോൾ ഹി വാസ് എക്സ്ട്രാ കെയർഫുൾ വിത്ത് ഇറ്റ്. അതിന് നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി, കാരണം ഇത് ഇനി സ്ലിപ്പായിട്ട് പൊട്ടിപ്പോയാലോ, അപ്പോൾ അതുകൊണ്ട് അവനതിനെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ഐറ്റംസ് ഡിഡ് ഉണ്ണിക്കുട്ടൻ ചെക്ക് ഫോർ ഇൻ ഹിസ് സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗിൽ എന്താണ് ഉണ്ണിക്കുട്ടൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു? മലയാളം റീഡർ ഫോർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ദ സ്ലേറ്റ്. മലയാളം റീഡറും സ്ലേറ്റും ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് വാസ് കുട്ടേട്ടൻ ഹു റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഓൺ ദ ഫ്രെയിം ഓഫ് ദ സ്ലേറ്റ്. അപ്പോൾ പുതിയ സ്ലേറ്റ് കിട്ടിയപ്പോൾ കുട്ടേട്ടൻ എന്ത് ചെയ്തു, അതിൽ ഉണ്ണിക്കുട്ടൻ്റെ പേര് എഴുതി ചേർത്തു. ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് തിങ്ക് മച്ച് ഓഫ് കുട്ടേട്ടൻസ് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ കുട്ടേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതാണ് എന്നുള്ളതൊന്നും ഉണ്ണിക്കുട്ടന് ചിന്ത ഉണ്ടായിരുന്നില്ല, മോശമാണ് എന്നുള്ള ചിന്ത തന്നെയായിരുന്നു. വെൻ കുട്ടേട്ടൻ റോട്ട് ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് സംബഡി വിത്ത് എ ലോങ് ക്രെയിൻ ലെക്ക്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്ന് എഴുതിയപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നല്ലേ, അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ പേര് കുട്ടേട്ടൻ എഴുതിയപ്പോൾ അതിലെ എന്നുള്ളത് ആരോ ഒരു എന്താ പറയുക നീണ്ട കൊക്കുമായിട്ട് ഇങ്ങനെ നോക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇറ്റ് വാസ് കുട്ടേട്ടൻ ഹു പുട്ട് എ കവർ ടു ദ മലയാളം റീഡർ. അപ്പോൾ കുട്ടേട്ടൻ എന്ത് ചെയ്തു, ഒരു മലയാളം റീഡറിന് ഒരു കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ ഷീറ്റ് ഓഫ് ബ്രൗൺ പേപ്പർ ഇൻ വിച്ച് ദ സെയിൽസ്മാൻ അറ്റ് ദ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇൻ ദ മാർക്കറ്റ് ഹാഡ് റാപ്പിഡ് അമ്മാസ് മുണ്ട് ആൻഡ് വേഷ്ടി കെയിം ഹാൻഡി. അപ്പോൾ അമ്മയ്ക്ക് വേഷ്ടിയും മുണ്ടും വാങ്ങിച്ചപ്പോൾ അതിന് കിട്ടിയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കിട്ടിയ ആ ഒരു പേപ്പർ വെച്ചുകൊണ്ടായിരുന്നു റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രൗൺ പേപ്പർ വെച്ചുകൊണ്ട്. റാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉണ്ണിക്കുട്ടൻ ഓപ്പൺ ദ മലയാളം റീഡർ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ മലയാളം റീഡർ ഓപ്പൺ ചെയ്തു. ദ പീകോക്ക് ഫെദർ ആൻഡ് ദ പീസ് ഓഫ് സിൽവർ പേപ്പർ ഹി ഹാഡ് കളക്റ്റഡ് ലേ സേഫ്ലി ബിറ്റ്വീൻ ദ പേജസ്. അപ്പോൾ പേജുകളുടെ ഉള്ളിൽ ഉണ്ണിക്കുട്ടൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്താണ്? പീകോക്കിൻ്റെ ഫെദറും അതുപോലെ തന്നെ സിൽവർ പേപ്പറും. അപ്പോൾ അതൊക്കെ അവിടെ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പുവരുത്തി. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിസ് നെയിം റിട്ടൺ ഓൺ ദ സ്ലേറ്റ് ആൻഡ് സ്കൗഡ് എ ലിറ്റിൽ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വീണ്ടും ആ സ്ലേറ്റിലേക്ക് കുട്ടേട്ടൻ എഴുതിയ പേര് നോക്കിയിട്ട് സ്കൗൾഡ് എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിച്ചു, ഒന്ന് ചെറുതായിട്ട് നെറ്റിയൊക്കെ ഒന്ന് ചുളിച്ചു. നോട്ട് ഗുഡ്, എന്താണ്? ഇത് നല്ല രസമൊന്നുമില്ല എന്നുള്ളത് അറിയായിരുന്നു, നല്ല ഭംഗിയൊന്നുമില്ല. ഇനി ഇവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡിഡ് ഉണ്ണിക്കുട്ടൻ കീപ് സേഫ്ലി ബിറ്റ്വീൻ ദ പേജസ് ഓഫ് ഹിസ് മലയാളം റീഡർ. എന്തിനാണ് മലയാളം റീഡറിൻ്റെ പേജസ് ഉണ്ണിക്കുട്ടൻ മറച്ചു നോക്കിയത്? ദ പീകോക്സ് ഫെദർ ആൻഡ് ദ പീസ് ഓഫ് സിൽവർ പേപ്പർ. ആ പീസ് ഓഫ് ഫെദറും അതുപോലെ തന്നെ സിൽവർ പേപ്പറും ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു. ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. അപ്പോൾ അവിടെ കുട്ടേട്ടൻ എഴുതിയ ഒരു പേരിൽ ഉണ്ണിക്കുട്ടൻ ആ ഒരു അനിഷ്ടമൊക്കെ കാണിക്കുകയാണ് അല്ലേ. ഇവിടെ സ്ലേറ്റ് നോക്കുക, അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ ഉണ്ണിക്കുട്ടൻ PC എന്നുള്ളത്.
ദ നെയിം ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. എന്താണ്, ഇംഗ്ലീഷിലായിരുന്നു പേര് എഴുതേണ്ടിയിരുന്നത്. കുട്ടേട്ടൻ ഹാഡ് റിട്ടൺ ഓൺലി ദ ഇനീഷ്യൽസ് ഓഫ് ഹിസ് നെയിം PC ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഉണ്ണിക്കുട്ടൻ പേര് മലയാളത്തിൽ എഴുതി PC എന്നുള്ള ഇനീഷ്യൽ മാത്രമാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. കുട്ടേട്ടൻ ടുക്ക് എ സ്മോൾ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിൽ ഫ്രം ദ പോക്കറ്റ് ഓഫ് ഹിസ് ട്രൗസേഴ്സ് ആൻഡ് എക്സ്റ്റെൻഡഡ് ടു ഇറ്റ് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ കുട്ടേട്ടൻ എന്ത് ചെയ്തു, കുട്ടേട്ടൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കഷ്ണം പെൻസിൽ എടുത്തിട്ട് ഉണ്ണിക്കുട്ടന് നേരെ നീട്ടുകയാണ്. ഉണ്ണിക്കുട്ടൻ സ്കൗൾഡ് അഗെയിൻ. വീണ്ടും ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു, ആ ദേഷ്യം കൊണ്ട് നെറ്റി ചുളിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് എ പീസ് ഓൺ ദ ഫസ്റ്റ് ഡേ ടു സ്കൂൾ, ഐ വാണ്ട് എ ഫുൾ വൺ, ഉണ്ണിക്കുട്ടൻ ഷൗട്ടഡ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഒച്ചത്തിൽ പറയുകയാണ്, ആദ്യത്തെ ദിവസം തന്നെ സ്കൂളിലേക്ക് ഒരു കുഞ്ഞു പെൻസിലാണോ കുഞ്ഞു പീസാണോ തരുന്നത്, എനിക്ക് ഫുൾ തന്നെ വേണം എന്ന് പറയാണ്. Well, if you don't want it, Kutteten flung the piece of pencil to the floor and stamped on it. ഓ, നിനക്ക് ചെറുത് വേണ്ടല്ലേ, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടേട്ടൻ എന്ത് ചെയ്തു, അത് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്റ്റാമ്പ്ഡ്, അതിങ്ങനെ ചവിട്ടി മെതിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഇതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ബാക്കി നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് ഉണ്ണിക്കുട്ടൻ ഫീൽ അബൌട്ട് ഹിസ് നെയിം റിട്ടൺ ഓൺ ദ സ്ലേറ്റ്. അപ്പോൾ സ്ലേറ്റിൽ ഉണ്ണിക്കുട്ടൻ്റെ പേര് എഴുതിയത് കണ്ടപ്പോൾ എന്താണ് അവനക്ക് തോന്നിയത്? ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, ദ നെയിം ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. എന്താണ്, അവനക്ക് ആ പേര് എഴുതിയത് കണ്ടപ്പോൾ അത്ര സാറ്റിസ്ഫിക്കേഷൻ ഒന്നും തോന്നിയില്ല, കാരണം അവനക്ക് പേര് എഴുതേണ്ടിയിരുന്നത് ഇംഗ്ലീഷിൽ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് കുട്ടേട്ടൻ ഗീവ് ഉണ്ണിക്കുട്ടൻ, വാസ് ഹി സാറ്റിസ്ഫൈഡ്. കുട്ടേട്ടൻ എന്താണ് ചെയ്തത്, എന്താണ് അവിടെ ഉണ്ണിക്കുട്ടന് സാറ്റിസ്ഫൈ ആവാതിരുന്നത്? കുട്ടേട്ടൻ ഗേവ് ഹിം എ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിൽ, ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, ഹി ആസ്ക്ഡ് ഫോർ എ ഫുൾ പെൻസിൽ. അപ്പോൾ കുട്ടേട്ടൻ ഒരു പെൻസിലിൻ്റെ പീസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഉണ്ണിക്കുട്ടൻ അതിൽ സാറ്റിസ്ഫൈ ഒന്നും ആയില്ല, അവനക്ക് എന്ത് വേണം, ഫുൾ പെൻസിൽ വേണമായിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ നോക്കുക അല്ലേ, ഫുൾ പെൻസിൽ വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ അലമ്പാക്കാൻ തുടങ്ങുകയാണ്. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിം ഫ്യൂരിയസ്ലി. വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ആ ചിത്രത്തിൽ കാണുന്ന പോലെ കുട്ടേട്ടനെ നോക്കുകയാണ്. കുട്ടേട്ടൻ വാസ് നോട്ട് ദ സെയിം ആഫ്റ്റർ ഹി പാസ് ഇൻ ടു ദ 4th സ്റ്റാൻഡേർഡ്. കുട്ടേട്ടൻ 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ പിന്നെ കുട്ടേട്ടൻ എന്താ പഴയ പോലെ ഒന്നും അല്ല. ഹി വാസ് ടു പ്രൗഡ് ആൻഡ് റൂഡ്. വളരെ പ്രൗഡും അതുപോലെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു സ്വഭാവമാണ് ഉള്ളത്. ഹി വാസ് ഷോയിങ് ഓഫ് ബിക്കോസ് ഹി ഹാഡ് ബീൻ മേഡ് ദ ക്ലാസ് മോണിറ്റർ. അവൻ വെറും ഷോ ഓഫ് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്താണ്, അവൻ ക്ലാസ് മോണിറ്ററൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെയാണ് കുട്ടേട്ടനിൽ കാണുന്നത് എന്നാണ് ഉണ്ണിക്കുട്ടൻ ചിന്തിക്കുന്നത്. ഐ വാണ്ട് എ ഫുൾ സ്ലേറ്റ് പെൻസിൽ, ഉണ്ണിക്കുട്ടൻ വിംബേർഡ്. ഉണ്ണിക്കുട്ടൻ വിംബേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിണുങ്ങി പറയില്ലേ, അതിനെയാണ് പറയുന്നത്. അങ്ങനെ ചിണുങ്ങിയിട്ട് പറയാണ്, എനിക്കൊരു ഫുൾ പെൻസിൽ തന്നെ വേണമെന്ന് പറയാണ്. അച്ഛൻ ഹൂ കെയിം ഔട്ട് ഇൻ ടു ദ വരാന്ത ഫിഷ്ഡ് ഔട്ട് എ പെൻസിൽ ഫ്രം ദ ലെഡ്ജ് ഓവർ ദ ഡോർ ആൻഡ് ഗേവ് ഇറ്റ് ടു ദ ഉണ്ണിക്കുട്ടൻ. അപ്പോഴാണ് അച്ഛൻ ആ വരാന്തയിലേക്ക് കയറി വന്നതും. പണ്ട് ഈ ഒരു വാതിലിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു തട്ട് പോലെ ഉണ്ടായിരിക്കും, അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നിന്നും ഒരു ഫുൾ പെൻസിൽ നമ്മൾ ഉണ്ണിക്കുട്ടനെ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ദർ വാസ് സംതിങ് എൽസ് ദാറ്റ് ഉണ്ണിക്കുട്ടൻ വാണ്ടഡ്. ഹി പോയിന്റഡ് ടു ദ ലെഡ്ജ് അണ്ടർ ദ റൂഫ് ആൻഡ് സെഡ് മൈ സാൻഡൽസ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്താണ്, അതുകൂടാതെ വേറൊരു സാധനം കൂടെ അവിടുന്ന് വേണമായിരുന്നു, അത് പോയിന്റ് ചെയ്ത് കൊടുത്തു. എന്താണത് എന്നുള്ളത്, എന്തായിരുന്നു, അവൻ്റെ സാൻഡൽസ്, അവൻ്റെ ചെരുപ്പായിരുന്നു. It is better to go barefoot, Mutashan, who has watching him, said. If you walk with it in this rain, you will splash mud all over your clothes. Unnikutan realized Mutashan was right. അപ്പോൾ മുത്തശ്ശൻ ആ സമയത്ത് പറയാണ്, ഈ ഒരു ചെരുപ്പിട്ടിട്ട് നീ പോവണ്ട, എന്താണ്, നീ ചെരുപ്പിടാതെ പോയിക്കോ, അതാണ് ഇപ്പോൾ നല്ലത്. ഈ റെയിനിൽ നീ ചെരുപ്പിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ മഡ്, ഈ ചെളിവെള്ളം ഒക്കെ തെറിച്ച് നിൻ്റെ ഡ്രസ്സൊക്കെ ആകെ നാശാവും എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് ഉണ്ണിക്കുട്ടനും മനസ്സിലാവുകയാണ്. ഇറ്റ് വാസ് ബെറ്റർ ടു വാക്ക് ബെയർ ഫുട്ട് വെൻ ദ റെയിൻ ഹാഡ് മെയ്ഡ് ബഡിൽ ഓൺ ദ പാത്ത്. കാരണം ഈ ഒരു ചെരുപ്പില്ലാതെ പോകുന്നതാണ് നല്ലത്. പോകുന്ന വഴിക്ക് ഫുൾ എന്താണ്, ചെളിവെള്ളവും മറ്റുമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇറ്റ് വാസ് ടൈം ഫോർ അച്ഛൻ ടു ഗോ ടു ഹിസ് ഓഫീസ്. ഇപ്പോൾ അച്ഛൻ ഓഫീസിലേക്ക് പോകുന്ന സമയമാണ്. ടുഡേ ഹി വുഡ് ടേക്ക് ഉണ്ണിക്കുട്ടൻ ടു ദ സ്കൂൾ ആൻഡ് ഗെറ്റ് ഹിം അഡ്മിറ്റഡ് ബിഫോർ ഗോയിങ് ടു ഓഫീസ്. അപ്പോൾ ഇന്ന് ഉണ്ണിക്കുട്ടനെ കൊണ്ടുപോകുന്നത് അച്ഛനാണ്. ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് സ്കൂളിൽ ചെന്നിട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡ് മുത്തശ്ശൻ അഡ്വൈസ് ഉണ്ണിക്കുട്ടൻ അബൌട്ട് വാക്കിംഗ് ഇൻ ദ റെയിൻ? വൈ, എങ്ങനെയാണ് ഈ മഴയിൽ നടക്കേണ്ടത് എന്നാണ് മുത്തശ്ശൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ട്? മുത്തശ്ശൻ അഡ്വൈസഡ് ഹിം ടു ഗോ ബെയർ ഫുട്ട്. കാരണം കാൽനട യാത്ര മീൻസ് ചെരുപ്പില്ലാതെ നടക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഇഫ് ഹി വാക്സ് വിത്ത് ഹിസ് സാൻഡിൽസ് ഓൺ ദാറ്റ് റെയിനി ഡേ ഹി വിൽ സ്പ്ലാഷ് മഡ് ഓൾ ഓവർ ഹിസ് യൂണിഫോം. കാരണം ആ ഒരു സാൻഡിൽസ്, ആ ഒരു വള്ളിച്ചെരുപ്പിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും,
സംഭവിക്കും, ഈ ചെളിവെള്ളമൊക്കെ അവൻ്റെ ഡ്രസ്സിൽ തെറിക്കും, അപ്പോൾ യൂണിഫോമൊക്കെ ആകെ നാശമാവും. അതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്. ദെൻ അപ്പോൾ അവർ പോകുന്ന ആ യാത്രയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഡ്രിസ്ലിംഗ്. ഡ്രിസ്ലിംഗ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതിനെയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അച്ഛൻ ഓപ്പൺ ഹിസ് അംബ്രല്ല. അച്ഛൻ്റെ അംബ്രല്ല ഓപ്പൺ ചെയ്തു. ഉണ്ണിക്കുട്ടൻ ഓപ്പൺ ഹിസ് ബേബി അംബ്രല്ല ടു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു ചെറിയ അംബ്രല്ലയും ഓപ്പൺ ചെയ്തു. കം ലെറ്റ്സ് ഗോ സെഡ് അച്ഛൻ. അപ്പോൾ അച്ഛൻ പറയാണ് വായോ നമുക്ക് പോവാം എന്ന് പറയാണ്. ദേ വാക്ക്ഡ് വിത്ത് സ്ലോ സ്റ്റെപ്സ് ടു ദ സ്കൂൾ. അവർ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ദേ വർ വാച്ചിങ് ഓഫ് സ്പീഡിങ് ലോറീസ്. അപ്പോൾ സ്പീഡിൽ വരുന്ന ലോറീസിനെയൊക്കെ അവർ വാച്ച് ചെയ്യുകയാണ്. ദർ വീൽസ് വുഡ് റോൾ ഓവർ ബഡിൽസ് ആൻഡ് സ്പ്ലാഷ് വാട്ടർ ഓൺ ദം. കാരണം എന്താണ്, അതിൻ്റെ വീല് വന്നിട്ട് ഈ വെള്ളക്കെട്ടിലൊക്കെ വന്ന് താഴ്ന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളം തെറിപ്പിച്ച് ഡ്രസ്സിലൊക്കെ ആകെ വെള്ളമാവും, അല്ല ചെളി വെള്ളമാവും. ഫോർച്ചുനേറ്റ്ലി നൺ കം. അപ്പോൾ ഭാഗ്യവശാൽ എന്താണ്, ഒന്നും വന്നില്ല. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വാസ് ദ വെദർ ലൈക്ക് വെൻ അച്ഛൻ ആൻഡ് ഉണ്ണിക്കുട്ടൻ ലെഫ്റ്റ് ഫോർ സ്കൂൾ. സ്കൂളിലേക്ക് ഉണ്ണിക്കുട്ടനും അച്ഛനും പോകുന്ന സമയത്ത് എങ്ങനെയുള്ള വെദർ ആയിരുന്നു? ഇറ്റ് വാസ് എ റെയിനി ഡേ. എന്താണ്, അതൊരു മഴയുള്ള ദിവസമായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഉണ്ണിക്കുട്ടൻ വാസ് ട്രെക്ഡ് ബൈ കറീസ് ഓഫ് ക്രൗസ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ഈ കാക്കകളൊക്കെ കരയുന്നത് കണ്ടപ്പോൾ ഒന്നിങ്ങനെ ആലോചിക്കുകയാണ്. വൈ വേർ ദേ മേക്കിംഗ് സച്ച് എ നോയ്സ് ഹി വണ്ടേർഡ്. അവൻ ആശ്ചര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയാണ്, എന്തിനാണ് ഈ ഒരു കാക്കകളൊക്കെ ഇത്രയും ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത്? ദ റെയിൻ മസ്റ്റ് ഹാവ് ബ്രോട്ട് ഡൗൺ ദെയർ നെസ്റ്റ് ഓൺ ദ ട്രീസ് ഹി ഗസ്ഡ്. അപ്പോൾ അവൻ തന്നെ ഗസ് ചെയ്യാണ്, അവൻ തന്നെ ചോദ്യം ഉണ്ടാക്കി അവൻ തന്നെ ഉത്തരം കണ്ടെത്തുകയാണ്. ഈ മഴയത്ത് അവരുടെ നെസ്റ്റ്, അവരുടെ കൂടുകളൊക്കെ ചിലപ്പോൾ താഴെ വീണ് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാവും അവരൊക്കെ ഇങ്ങനെ കരയുന്നത്. കം ഓൺ ഫാസ്റ്റർ, ഇറ്റ്സ് ടൈം ഫോർ ദ ബെൽ. അച്ഛൻ ഹസ്റ്റിൽഡ് ഹിം. ഹസ്റ്റിൽഡ് എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടുക. അപ്പോൾ അച്ഛൻ ധൃതി കൂട്ടിയിട്ട് പറയാണ്, വായോ ഇപ്പോൾ ബെല്ലടിക്കും, നമുക്ക് വേഗം പോവാമെന്നുള്ളത്. ആസ് ദേ എൻറ്റേർഡ് ദ സ്കൂൾ കോമ്പൗണ്ട് ഉണ്ണിക്കുട്ടൻസ് എക്സൈറ്റ്മെൻറ്റ് ഗേവ് വേ ടു നെർവസ്നെസ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് ആ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടന് വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്തായി മാറി, ഒരു നെർവസ്നെസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എവറിത്തിങ് വാസ് ന്യൂ ടു ഹിം ഇൻക്ലൂഡിങ് ദ ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ ഹു വെർ മേക്കിംഗ് ഓൾ ദ നോയ്സ് ഇൻ ദ വേൾഡ്. കാരണം എല്ലാതും അവർക്ക് പുതിയതായിരുന്നു. ഒരു 100 കുട്ടികൾ ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കുക ഈ വേൾഡിൽ എന്ന് പറയുന്നത് അവർക്ക് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് തന്നെയായിരുന്നു. ആസ് ദേ ക്ലൈംബ് ദ സ്റ്റെപ്പ് ടു ദ വരാന്ത ഉണ്ണിക്കുട്ടൻ സോ ദ വാസ്റ്റ് ഏരിയ ഓഫ് അംബ്രലാസ്. അപ്പോൾ അവന് വരാന്തയിലേക്ക് കയറിയപ്പോഴാണ് അവിടെ ഈ അംബ്രലാസ് ഒക്കെ നിരത്തി വെച്ച് ഒരു വലിയ ഏരിയ തന്നെ അവൻ കണ്ടത്. കാരണം മഴയുള്ള ദിവസമാണ്, കുട്ടികളൊക്കെ ഇതുപോലെ കുടയും കൊണ്ട് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ നിവർത്തി വെച്ചത് അവൻ അപ്പോഴാണ് കാണുന്നത്. സം വിത്ത് ഹൂക്ക് ഹാൻഡിൽസ് ഹാങ് ഓൺ ദ റാഫേഴ്സ് അണ്ടർ ദ റൂഫ്. അപ്പോൾ റൂഫിൻ്റെ റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കഴുക്കോലില്ലേ, അപ്പോൾ അതിലൊക്കെ കുറച്ച് പേര് ഈ ഒരു കുടയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, കൊളത്തിയിട്ടിട്ടുണ്ട്. ഓപ്പൺ അംബ്രല്ലാസ് ബോത്ത് ഓഫ് ക്ലോത്ത് ആൻഡ് പാം ലീവ്സ് ഫിൽഡ് അപ്പ് ദ വരാന്ത. അപ്പോൾ ആ വരാന്തയിൽ ചില അംബ്രലാസ് എന്തുണ്ട്, ക്ലോത്തിൻ്റെ അംബ്രലാസും പാം ലീവ്സിൻ്റെ അംബ്രലാസും ഒക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. ദർ വർ സ്മോൾ ബഡിൽസ് ഓഫ് വാട്ടർ ഓൺ ദ ഫ്ലോർ. അപ്പോൾ ആ ഫ്ലോറിൽ ചെറിയൊരു വെള്ളക്കെട്ട്, ഈ വെള്ളമൊക്കെ ഈ ഒരു കുടയിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു വെള്ളക്കെട്ട് പോലെ ഉണ്ടായിരുന്നു. ക്ലിയർ ദാൻ ദ ബഡിൽസ് ഓൺ ദ റോഡ് ഉണ്ണിക്കുട്ടൻ തോട്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ചിന്തിക്കുകയാണ്, റോഡിൽ കണ്ട വെള്ളത്തിനേക്കാൾ എത്രയോ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇതെന്ന്. Then ഉണ്ണിക്കുട്ടൻ gazed at the iron disc and a rod tied to it hanging from the rafter. അപ്പോൾ ആ ഒരു കഴുക്കോൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നല്ല ഒരു അയൺ ഡിസ്കും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റോഡ് ടൈഡ്, ഒരു വടിയും പോലെ, വടിയല്ല ഒരു ഇരുമ്പിൻ്റെ കഷ്ണവും അവനെ അപ്പോഴാണ് നോക്കിയത്. അത് അവനിങ്ങനെ തുറിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ നോട്ടീസ് ഉണ്ണിക്കുട്ടൻസ് ലുക്ക് ആൻഡ് സൈഡ്. അപ്പോൾ അച്ഛൻ ഉണ്ണിക്കുട്ടൻ നോക്കുന്നത് കണ്ടു. അപ്പം പറയാണ്, ദാറ്റ് ഈസ് ദ സ്കൂൾ ബെൽ. അതാണ് സ്കൂൾ ബെൽ എന്ന് പറയാണ്. സ്കൂൾ ബെല്ല് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പണ്ടൊക്കെ സ്കൂളുകൾ അങ്ങനെ ബെല്ലുകളാണ് ഉണ്ടായിരുന്നത്. സോ ദിസ് വാസ് ദ ബെൽ അച്ഛൻ വാസ് ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞ ബെല്ലെന്ന് പറയുന്നത് ഇതാണല്ലേ എന്ന് അവനൊന്ന് ചിന്തിക്കുകയാണ്. ആൻഡ് എ മാൻ വിത്ത് ഗ്രേയിങ് ഹെയർ കെയിം ഔട്ട് ഓഫ് വൺ ഓഫ് ദ റൂംസ്. അപ്പോൾ അവിടെയുള്ള ഒരു റൂമിൽ നിന്നും കുറച്ച് നിരച്ച ഒരു പ്രായം ചെന്ന ഒരാൾ പുറത്തേക്ക് വന്നു. ഈ ഷുക്ക് ഹാൻഡ് വിത്ത് അച്ഛന് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുകയാണ്. ഹി ദെൻ ലെഡ് ഉണ്ണിക്കുട്ടൻ ആൻഡ് അച്ഛൻ ടു എ റൂം ഇൻ ദ മിഡിൽ ഓഫ് ദ വരാന്ത. ആ വരാന്തയുടെ നടുഭാഗത്തുള്ള ഒരു റൂമിലേക്ക് അച്ഛനെയും കൊണ്ട് അവർ പോവുകയാണ്. അച്ഛനും ഉണ്ണിക്കുട്ടനും കൂടെ. ഈസ് ദ ഹെഡ് മാസ്റ്റർ അച്ഛൻ വിസ്പേർഡ് ടു ഉണ്ണിക്കുട്ടൻ ആസ് ദ എൻറ്റർ ദ റൂം. അപ്പോൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അച്ഛൻ മതുക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്.
ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡു യു തിങ്ക് ഉണ്ണിക്കുട്ടൻ ലെഫ്റ്റ് നെർവസ് വെൻ ഹി എൻറ്റേർഡ് ദ സ്കൂൾ കോമ്പൗണ്ട്? എന്തുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ നെർവസ് ആയത്? ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. കാരണം എന്താണ്, അവൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ്. അപ്പോൾ ഒരു പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് മാത്രമായിരുന്നു ഉണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നത്. ഇനി സ്റ്റോറി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ സാറ്റ് ഓൺ ചെയേഴ്സ് അക്രോസ് എ ടേബിൾ. ഒരു ടേബിളിൻ്റെ അടുത്തായിട്ട് അച്ഛനും ഉണ്ണിക്കുട്ടനും, അച്ഛൻ അവിടെ ഇരുന്നു. ഉണ്ണിക്കുട്ടൻ സ്റ്റുഡ് ലീനിങ് അഗെയിൻസ്റ്റ് ദ ആം ഓഫ് ദ ചെയർ അച്ഛൻ സാറ്റ് ഓൺ. അപ്പോൾ അച്ഛൻ ഇരുന്ന ആ ഒരു ചെയറിൻ്റെ അടുത്തായിട്ട് ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ നിൽക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ബീംഡ് അറ്റ് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഹെഡ് മാസ്റ്റർ തല ഉയർത്തിയിട്ട് ഉണ്ണിക്കുട്ടനെ നോക്കി. ഹലോ യങ് മാൻ, യുവർ നെയിം പ്ലീസ്. ഓ യങ് മാൻ, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. PC ഉണ്ണിക്കുട്ടൻ. ദ ഹെഡ് മാസ്റ്റർ ലാഫ്ഡ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഹെഡ് മാസ്റ്റർ ചിരിക്കുകയാണ്. വണ്ടർഫുൾ, സോ യു നോ യുവർ ഇനീഷ്യൽസ് ടു. ഓ, നിനക്ക് നിൻ്റെ ഇനീഷ്യലും കൂടെ അറിയാമല്ലേ എന്ന് ചോദിക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഓപ്പൺ എ രജിസ്റ്റർ ആൻഡ് റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഇൻ ഇറ്റ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ രജിസ്റ്റർ തുറന്നിട്ട് അതിൽ ഉണ്ണിക്കുട്ടൻ്റെ പേരെഴുതി. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ക്യൂരിയസ്ലി അറ്റ് ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ സ്കൂൾ യാർഡ് ആസ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ സ്റ്റാർട്ടഡ്. അപ്പോൾ അച്ഛനും ഹെഡ് മാസ്റ്ററും സംസാരിക്കുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് കുട്ടികളൊക്കെ കളിക്കുന്നത്. ടിങ് ടിങ്, അപ്പോഴാണ് ആ ഒരു സൗണ്ട് കേട്ടത്. ദ റിംഗിങ് ഓഫ് ദ സ്കൂൾ ബെൽ സ്റ്റാർട്ടഡ് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചുകൊണ്ട് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ബെല്ലടിച്ചു എന്നുള്ളത്. ദെൻ അച്ഛൻ ഗോട്ട് അപ്പ് ഹറിയിലി. താങ്ക് യു സർ, ഗുഡ് ഡേ, ഹി സെഡ് ടു ദ ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അച്ഛൻ പറയാണ് താങ്ക് യു സർ, ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞു. ഗുഡ് ഡേ. അച്ഛൻ ടുക്ക് ഹിം ടു ദ ക്ലാസ് റൂം വിച്ച് വാസ് ഓൾറെഡി ഫുൾ ഓഫ് നോവീസസ് ലൈക്ക് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ഉണ്ണിക്കുട്ടനെയും കൊണ്ട് ഒരു ക്ലാസ് റൂമിലേക്ക് വരികയാണ്. അവിടെയുള്ളതെല്ലാം ഉണ്ണിക്കുട്ടന് പുതിയതായിരുന്നു. അച്ഛൻ പോയിന്റഡ് ടു ദ ടീച്ചർ. അച്ഛൻ ആ ടീച്ചറെ നോക്കി. ഷീ ഈസ് രാധ ടീച്ചർ, ഷീ വിൽ ബി യുവർ ക്ലാസ് ടീച്ചർ. അപ്പോൾ ഉണ്ണിക്കുട്ടനോട് പറയാണ് ഇതാണ് രാധ ടീച്ചർ, ഇതാണ് നിൻ്റെ ക്ലാസ് ടീച്ചർ എന്നുള്ളത്. രാധ ടീച്ചർ സോ ദം ആൻഡ് കെയിം ഔട്ട്. രാധ ടീച്ചർ അവരെ കണ്ടപ്പോൾ പുറത്തേക്ക് വന്നു. കമോൺ, ഷീ ടുക്ക് ഉണ്ണിക്കുട്ടൻസ് ആൻഡ് ലെഡ് ഹിം ടു ദ ക്ലാസ് റൂം. അപ്പോൾ കമോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ കൈ പിടിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഡു വെൻ ഉണ്ണിക്കുട്ടൻ ടോൾഡ് ഹിം ഹിസ് നെയിം? ഉണ്ണിക്കുട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്താണ് ഹെഡ് മാസ്റ്റർ ചെയ്തത്? ദ ഹെഡ് മാസ്റ്റർ ലാഫ്ഡ് ആൻഡ് അപ്രീഷിയേറ്റ് ഉണ്ണിക്കുട്ടൻ. അല്ലേ, ഹെഡ് മാസ്റ്റർ ചിരിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടനെ അപ്രീഷിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ടുക്ക് ഹിം ടു ദ ക്ലാസ് റൂം? ആരാണ് ക്ലാസ് റൂമിലേക്ക് അവനെ കൊണ്ടുപോയത്? അച്ഛൻ ടുക്ക് ഹിം ടു എ ക്ലാസ് റൂം. അച്ഛനാണ് അവനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയത്. ഇനി എന്താണ് ഉണ്ടാവുക നോക്കാം. ഇതാണ് ക്ലാസ് റൂം. അപ്പോൾ ഇവിടെ എല്ലാ കുട്ടികളും ഉണ്ട്, രാധ ടീച്ചറും ഉണ്ട് അല്ലേ. ലുക്ക് ഹിയർ ചിൽഡ്രൻ, രാധ ടീച്ചർ സ്പോക്ക് ടു ഉണ്ണിക്കുട്ടൻസ് ക്ലാസ്മേറ്റ്. അപ്പോൾ രാധ ടീച്ചർ ഉണ്ണിക്കുട്ടൻ്റെ ക്ലാസ്മേറ്റ്സിനോട് പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എന്ന് പറയാം. യു ഹാവ് എ ന്യൂ ഫ്രണ്ട്, ഹി ഈസ് ഉണ്ണിക്കുട്ടൻ. നിങ്ങൾക്ക് ഇന്ന് പുതിയ ഫ്രണ്ട് ഉണ്ട്. ആരാണ്? ഉണ്ണിക്കുട്ടനാണ്. ഫോർ എ മൊമെൻറ്റ് ഉണ്ണിക്കുട്ടൻ ബിക്കെയിം ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇൻ ദ ക്ലാസ് റൂം. നമുക്കറിയാം ക്ലാസ്സിൽ ഇങ്ങനെ പുതിയ ആളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, എല്ലാവരും കൂടെ അവനെ നോക്കും അല്ലേ. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഉണ്ണിക്കുട്ടനായിരുന്നു ആ ക്ലാസ്സിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ണിക്കുട്ടനെ നോക്കി. യു ക്യാൻ സിറ്റ് ഓവർ ദ, രാധ ടീച്ചർ പോയിന്റഡ് ടു എ ബെഞ്ച്. അപ്പോൾ രാധ ടീച്ചർ ഒരു ബെഞ്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ വാക്ക്ഡ് സ്ലോലി ടു ദ ബെഞ്ച് ഇൻ ദ മിഡിൽ റോ ആൻഡ് സാറ്റ് ഡൗൺ. അപ്പോൾ ആ മിഡിൽ റോയിൽ കാണുന്ന ആ ഒരു ബെഞ്ചിലേക്ക് ഉണ്ണിക്കുട്ടൻ പതുക്കെ പോയിട്ട് അവിടെ ഇരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഹിസ് ലൈഫ് ആസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇതായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത്. എക്സ്പേർട്ട് ഫ്രം ഉണ്ണിക്കുട്ടൻ്റെ ലോകം, ട്രാൻസ്ലേറ്റഡ് ആൻഡ് അഡോപ്റ്റഡ്. അപ്പോൾ മലയാളത്തിൽ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണിത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ ടീച്ചർ മേക്ക് ഉണ്ണിക്കുട്ടൻ ഫീൽ കംഫർട്ടബിൾ ആസ് ഹി എൻറ്റേർഡ് ദ ക്ലാസ് റൂം? അപ്പോൾ ഉണ്ണിക്കുട്ടൻ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ ടീച്ചർ ഉണ്ണിക്കുട്ടനെ കംഫർട്ട് ആക്കിയത്? ദ ടീച്ചർ വെൽക്കംഡ് ഹിം വിത്ത് ഹാപ്പിനെസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ എൻ്റയർ ക്ലാസ്. കാരണം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ക്ലാസ്സിലെ എല്ലാവർക്കും അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് എഴുതിയ ആളെ കുറിച്ച് നോക്കാം. ഇത് എഴുതിയ ആരാണ്? നന്ദനാറാണ്. PC ഗോപാലെ 1926 to 1974. 1926 ജനിക്കുകയും 1974 മരിക്കുകയും ചെയ്തു. വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഫ്രിക്ഷനിസ്റ്റ് ഇൻ മലയാളം ഇൻ ദ 20th century. 20ാം നൂറ്റാണ്ടിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ എഴുതുന്ന ഒരാളായിരുന്നു, നോവലൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു ഈ ഒരു നന്ദനാർ അല്ലെങ്കിൽ PC ഗോപാലൻ എന്ന് പറയുന്നത്. ഈ പബ്ലിഷ്ഡ് 6 novels and 5 collections of short stories. 5 നോവലുകളും അതുപോലത്തെ 6 നോവലുകളും
അതുപോലെ 5 ഷോർട്ട് സ്റ്റോറി സമാഹാരങ്ങളും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈസ് നോവൽ ആത്മാവിൻ്റെ നാവുകൾ വോൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1963. 1963 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ആത്മാവിൻ്റെ നാവുകൾ എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയതായിരുന്നു. എമംഗ് ഹിസ് വർക്ക് ആസ് 2 നോവൽസ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടി 2 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ ലോകം, അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ വളർന്നു. ഇത് രണ്ടും അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതിൽ ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം, കാരണം ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.